ഹായ് മക്കളെ, മൂന്നാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മൂന്നാം ക്ലാസ്സിൻ്റെ മാത്സിൻ്റെ 2024-25 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്നും ആൻസേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ പ്രവർത്തനം പാറ്റേൺ ആണ്. ചുവടെ കൊടുത്തിരിക്കുന്ന പാറ്റേണുകൾ പൂർത്തിയാക്കുക. ഒന്നാമത്തെ പാറ്റേൺ നോക്കൂ. ഇവിടെ 1, 2, 3 വൃത്തങ്ങളാണുള്ളത് അല്ലേ. അത് ഇവിടേക്ക് എത്തിയപ്പോൾ 1, 2, 3, 4, 5, 6 എണ്ണമായിട്ട് മാറി. 3 ഉള്ളത് ഇവിടെ എത്തിയപ്പോൾ 6 എണ്ണമായി അല്ലേ. ഇനി ഇവിടെ നോക്കൂ. 1, 2, 3, 4, 5, 6, 7, 8, 9 1, 2, 3, 4, 5, 6, 7, 8, 9 10 എണ്ണമായിട്ട് മാറി. അഥവാ ഇവിടെ താഴെ 2 എണ്ണം ഉണ്ടായിരുന്നത് ഇവിടെ 3 എണ്ണമായി, ഇവിടെ 4 എണ്ണമായി. അപ്പോൾ അടുത്തതിൽ എത്ര എണ്ണമായിരിക്കും? 5 എണ്ണമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മൾ ഒന്ന് വരക്കാം. 1, 2, 3, 4, 5. ഇനി മേലെ നോക്കൂ. ഇവിടെ 1 ആയിരുന്നു, ഇവിടെ 2 എണ്ണമാണ്, ഇവിടെ 3 എണ്ണമായി. അപ്പോൾ ഇവിടെ എത്രയായും? 4 എണ്ണം ഉണ്ടായിരിക്കും. 1, 2, 3, 4. ഇനി ഇവിടെ 1 ഉള്ളൂ, ഇവിടെ 2 എണ്ണമായിട്ട് മാറി. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 3 എണ്ണമായിരിക്കും അല്ലേ. 1, 2, 3. ഇനി മേലെ ഇവിടെ 1 ആയിരുന്നു, ഇവിടെ 2 ആയിട്ട് മാറും. അതിൻ്റെ മുകളിൽ 1 കൂടെ ആവും. അപ്പോൾ ഈ ഒരു പാറ്റേൺ ആണ് ഇവിടെ വരുന്നത്. ഇനി അടുത്ത പാറ്റേൺ ശ്രദ്ധിക്കൂ. ഇതെന്താണ്? ഒരു സമചതുരമാണല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് സമചതുരം വരക്കാം. എന്നിട്ട് അതിനെ 4 ഭാഗങ്ങളാക്കി മാറ്റാം. ഇനി ഇവിടെയാണ് ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ അത് ഇങ്ങോട്ടായിട്ട് മാറി. ഇവിടെ എത്തിയപ്പോൾ ഇങ്ങോട്ടായി. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഇവിടെയായിരിക്കും ഫുള്ളായിട്ട് ഷെയ്ഡ് ചെയ്യേണ്ടത്. ഇനി ഷെയ്ഡ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്താണ് ഈ വൃത്തം വരുന്നത് അല്ലേ. ഇവിടെയാണ് ഇതിന് ഇവിടെ. അപ്പോൾ ഇതിന് ഇവിടെയായിരിക്കും ആ വൃത്തം വരുന്നത്. ഇനി അടുത്തത് സി ആണ്. 155, 256, 357. ഇത് സംഖ്യാ പാറ്റേൺ ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ആദ്യം നോക്കേണ്ടത് 256ഉം അതുപോലെ തന്നെ 155ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കുക. എത്ര കിട്ടും? ഇവിടെ 6 ആണ്, ഇവിടെ 5 ആണ്. ഇപ്പോൾ ഇവിടെ 1 ആയി, ഇവിടെ 5, 5, 0, ഇവിടെ 2 ആണ്, ഇവിടെ 1 ആണ്. 101. ഇനി നോക്കേണ്ടത് 357ഉം 256ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കുക. അപ്പോൾ ഇത് രണ്ടും കുറക്കുക. ഇവിടെ 1, ഇവിടെ 0, ഇവിടെ 1, 101. അപ്പോൾ അടുത്ത സംഖ്യയും ഇവിടെ കിട്ടുന്ന സംഖ്യയും ഈ സംഖ്യയും തമ്മിൽ 101ൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. അഥവാ 357ൻ്റെ കൂടെ നമ്മൾ 101 കൂട്ടി നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെയുള്ള സംഖ്യ കിട്ടും. എത്രയാണ്? 8, 8, ഇവിടെ 5, 3, 1, 4. 458 എന്നുള്ളതാണ് അടുത്ത സംഖ്യ വരുന്നത്. അപ്പോൾ ഇപ്പോൾ 458ഉം 357ഉം തമ്മിൽ 101ൻ്റെ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി അടുത്തത് നോക്കൂ. ഇതേപോലെ ഒരു ചതുരം വരക്കുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഈ ഒരു സാധനം വരക്കുക. എന്നിട്ട് ആരോ എങ്ങോട്ടാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കേണ്ടത്. ഇങ്ങോട്ട് ആരോ വന്നു, താഴേക്ക് ആരോ വന്നു, ഇങ്ങോട്ടും വന്നു. അപ്പോൾ അടുത്ത ആരോ എന്ന് പറയുന്നത് മുകളിലേക്കായിരിക്കും. ഓക്കെ, ഈ രീതിയിലാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. ഈ പാറ്റേണിലെ അടുത്ത ചിത്രം ചുവടെ ഉള്ളവയിൽ നിന്നും കണ്ടെത്തി വരച്ച് ചേർക്കാനാണ് പറയുന്നത്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഇതാണല്ലേ, മൂന്നാമത്തതാണ് ശരിയായിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 3 അക്ക സംഖ്യകൾ ഉൾപ്പെടുന്ന ഒരു പാറ്റേൺ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3 അക്ക സംഖ്യ ഉൾപ്പെടുന്ന വളരെ ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്കറിയാം. 100, 200, 300, 400 അല്ലേ. ഈ പാറ്റേൺ എഴുതിയാൽ മതി. ഇവിടെയും 3 അക്ക സംഖ്യ തന്നെയാണുള്ളത്. വളരെ ഈസി ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഇനി ഇതല്ലാതെയും നിങ്ങൾക്ക് വേറെ പാറ്റേൺ എഴുതാം കേട്ടോ. ഇപ്പോൾ നമുക്ക് എഴുതാം 150, 300, 450, 600 എന്നിങ്ങനെയുള്ള 150ൻ്റെ പാറ്റേൺ എഴുതാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പാറ്റേൺ എഴുതിയാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 2 എണ്ണം പറയാം എന്നുള്ളതാണ്. എണ്ണം പറയാം. ഒരു ബസ്സിൽ 3 പേർ വീതം ഇരിക്കുന്ന 11 സീറ്റും 2 പേർ വീതം ഇരിക്കുന്ന 9 സീറ്റും ഉണ്ട്. ഓക്കെ, ബസ്സിലാകെ എത്ര പേർക്ക് ഇരുന്ന് യാത്ര ചെയ്യാം എന്നുള്ളതാണ് ആദ്യം നമ്മളടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ്? 3 പേര് ഇരുന്ന് പോകാൻ പറ്റുന്നതാണ് അല്ലേ. 3 പേര് ഇരുന്ന് പോകുന്ന 11 സീറ്റാണ് ഉള്ളത്. അഥവാ 3 പേര് ഇരുന്ന് പോകുന്ന 11 സീറ്റ്. 3 × 11 എത്രയാണ്? 33 എന്ന് വരും. ഇനി അടുത്തത് 2 പേർ വീതം ഇരിക്കുന്ന 9 സീറ്റാണുള്ളത്. അഥവാ 2 × 9 എത്രയാണ്? 18. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? 33ഉം 18ഉം കൂടെ കൂട്ടി നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 51 എന്ന് കിട്ടും. അപ്പോൾ ആകെ എത്ര പേരാണുള്ളത്? 51 പേരാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്നത്.
ഇനി അടുത്തത്, യാത്ര ആരംഭിച്ചപ്പോൾ 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റും 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. ബസ്സിൽ ഇനി എത്ര പേർക്ക് കൂടി ഇരുന്ന് യാത്ര ചെയ്യാം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റ് ഒഴിഞ്ഞു, അതുപോലെ 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റും ഒഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇനി എത്ര പേരുണ്ടാകും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ 2 പേർ വീതം 3 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റ് ഒഴിഞ്ഞു, 4 പേർ വീതം ഇരിക്കുന്ന 2 സീറ്റും ഒഴിഞ്ഞു അല്ല, 2 പേർ വീതം ഇരിക്കുന്ന 4 സീറ്റും ഒഴിഞ്ഞു. അഥവാ 2 × 3 എത്രയാണ്? 6. അതുപോലെ തന്നെ 4 × 2 8. അപ്പോൾ ഇത്രയും പേര് അവിടുന്ന് എന്താ ചെയ്തത്? ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഇപ്പോൾ അവിടെ എത്ര പേരുണ്ടാകും എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇത് രണ്ടും കൂടെ കൂട്ടി നോക്കിയാൽ മതി അല്ലേ. അഥവാ 6 + 8 എന്ന് പറയുന്നത് എത്രയാണ്? 14. അപ്പോൾ ഇനി 14 പേർക്കും കൂടെ അവിടെ ഇരുന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. ചുവടെ തന്നിരിക്കുന്നവയിൽ 3 + 3 + 3 + 3 + 3 + 3 എന്നതിനെ സൂചിപ്പിക്കുന്ന ക്രിയ ഏതാണ്? ഇവിടെ എത്ര 3 ഉണ്ട്? 1 2 3 4 5 6 3കളാണുള്ളത് അല്ലേ. 6 3കളാണുള്ളത്. അപ്പോൾ ഇതിന് നമ്മൾ എങ്ങനെ പറയാം? 6 3 തവണ കൂട്ടുന്നതിന് നമ്മൾ 6 × 3 എന്ന് പറയും അല്ലേ. അപ്പോൾ ഇത് എന്തിന് തുല്യമാണ്? 6 × 3 തുല്യമാണ്. അപ്പോൾ ഇവിടെ 6 + 3 ആണോ 6 × 3 ആണോ 6 ഹരിക്കണം 3 ആണോ 6 - 3 ആണോ? ഏതാണ്? 6 × 3 എന്നതിന് തുല്യമാണ്. ഓക്കെ, അപ്പോൾ അതിന് ടിക്ക് ഇട്ട് കൊടുക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഷൂട്ടിംഗ് മത്സരമാണ്. ഒരാൾക്ക് 10 റൗണ്ട് ഷൂട്ട് ചെയ്യാം. ഓരോ പ്രാവശ്യം ഷൂട്ട് ചെയ്യുമ്പോഴും ഏതു സംഖ്യ എഴുതിയ കളത്തിലാണോ കൊള്ളുന്നത് അത്രയും സ്കോർ ലഭിക്കും. ഇതാണ് തന്നിട്ടുള്ളത്. ഷൂട്ടിംഗ് മത്സരത്തിൻ്റെ 5 റൗണ്ട് കഴിഞ്ഞപ്പോൾ ഉള്ള സ്കോർ പട്ടികയിൽ കൊടുത്തിരിക്കുന്നു. ഓരോരുത്തരും 100, 10, 1 എന്നീ കളങ്ങളിൽ ഷൂട്ട് ചെയ്തു കൊള്ളിച്ച എണ്ണം കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആദ്യം അരുണാണല്ലേ. അരുണ് 3 തവണ 100-ൽ എറിഞ്ഞു. അപ്പോൾ എത്ര കിട്ടി? 300 അല്ലേ. 300 പിന്നെ 10-ൽ എറിഞ്ഞില്ല, പിന്നെ 1-ൽ 2 തവണ എറിഞ്ഞു. അപ്പോൾ 300ഉം 2 എത്രയായി? 302. കറക്റ്റ് കിട്ടി. ഇനി അടുത്തത് വിജയ് 311, പക്ഷെ ഏതിലാണ് എറിഞ്ഞത് എന്ന് പറഞ്ഞിട്ടില്ല അല്ലേ. അപ്പോൾ 300 കിട്ടണമെങ്കിൽ ആദ്യം 3 തവണ 100-ൽ എറിയണം അല്ലേ. അപ്പോൾ ഇവിടെ 3 തവണ. ഇനി 10-ലോ? 10-ൽ 1 തവണ എറിഞ്ഞാലോ? അപ്പോൾ 1 തവണ. ഓക്കെ, 1 തവണ 1 തവണ എന്ന് എഴുതിയാൽ മതി അല്ലേ. 1 3 തവണ 1 തവണ. അപ്പോൾ എത്രയായി? 300ഉം 10ഉം 310 ആയി അല്ലേ. ഇനി ബാക്കി 1 ഉള്ളൂ. അപ്പോൾ 1-ൽ 1 തവണ. അപ്പോൾ 311 ആയി. ഇനി സെബീനെ നോക്കൂ. സെബീന 320 ആണല്ലേ. അപ്പോൾ 3-ൽ 3 തവണ എറിഞ്ഞു 300-ൽ, 10-ൽ 2 തവണയും എറിഞ്ഞു. അപ്പോൾ എത്രയായി? 320 ആയല്ലേ. 300 + 20 320 ആയി. ഇനി ഏറ്റവും കുറഞ്ഞ സ്കോർ നേടിയത് ആര്? ഇവിടെ 302, 311, 320. ഏറ്റവും കുറവ് ആരാണ്? അരുൺ ആണ്. അപ്പോൾ അവിടെ അരുൺ എന്ന് എഴുതി കൊടുക്കുക. അരുൺ. ഇനി അടുത്തത് 10 റൗണ്ട് പൂർത്തിയായപ്പോൾ 820 പോയിന്റ് നേടി ഒരാൾ വിജയിച്ചു. ആരാണ് വിജയിച്ചത് എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ ഒരെണ്ണത്തിൽ 10 റൗണ്ടാണ് എറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ 820 പോയിന്റ് അല്ലേ. ഇവിടെ 20ന്റെ പോയിന്റ് കിട്ടിയിട്ടുള്ളത് ആകെ സെബീനക്ക് മാത്രമാണ്. സെബീന ഇപ്പോൾ ഓൾറെഡി എത്ര തവണ എറിഞ്ഞു? 3ഉം 2ഉം 5 തവണ എറിഞ്ഞു കഴിഞ്ഞു അല്ലേ. ഇനി എത്ര ഉണ്ടായിരിക്കും? 10 തവണയാണ് ആകെ, ഇനി 5 തവണ ഉണ്ടായിരിക്കും. അപ്പോൾ 5 തവണ 300-ൽ എറിയുകയാണെന്ന് വിചാരിക്കുക. എത്രയായിരിക്കും? 5 300 × 5 എത്രയാണ്? 800 കിട്ടും അല്ലേ. അല്ല, 300-ല്ല 100-ലാണ് എറിയുന്നത് അല്ലേ. 100-ലാണ്. അപ്പോൾ 5 തവണ എറിയുമ്പോൾ എത്ര കിട്ടും? 500 കിട്ടും. അപ്പോൾ 500ഉം ഇവിടെയുള്ള 300ഉം പിന്നെ എത്രയാണ്? 20ഉം എത്രയായി? 820 ആയിട്ട് മാറി. അപ്പോൾ അവിടെ ആരാണത് എറിഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരെ പേര് എഴുതണം? സെബീന എന്ന പേര് എഴുതി കൊടുക്കണം. താഴെ തന്നിരിക്കുന്ന സ്കോറുകളിൽ 10 റൗണ്ടുള്ള ഷൂട്ടിലെ മത്സരത്തിലെ സ്കോർ ആകാൻ സാധ്യതയുള്ളതിന് നേരെ ടിക്ക് ചെയ്യുക. 534, 722, 613, 1010. ഇവിടെ 10 റൗണ്ടുള്ള ഷൂട്ടിംഗ് മത്സരമാണ് അല്ലേ. അപ്പോൾ ഏതായിരിക്കും? 613 എന്നുള്ളതാണ് ഉത്തരം പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. കാർ യാത്രയാണ്. തിരുവനന്തപുരത്ത് നിന്നും വിവിധ സ്ഥലങ്ങളിലേക്കുള്ള ദൂരം തന്നിരിക്കുന്നത് നോക്കും. കൊല്ലത്തേക്ക് 65 കിലോമീറ്റർ, ആലപ്പുഴ 150 കിലോമീറ്റർ, കൊച്ചി 205 കിലോമീറ്റർ, തൃശ്ശൂർ 304 കിലോമീറ്റർ, കോഴിക്കോട് 397 കിലോമീറ്റർ,
കണ്ണൂർ 471 കിലോമീറ്റർ, കാസർഗോഡ് 585 കിലോമീറ്റർ. കൊല്ലത്ത് നിന്നും കാസർഗോട്ടേക്കുള്ള ദൂരം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ കൊല്ലത്ത് എത്രയാണ്? 65 കിലോമീറ്റർ ആണ് അല്ലേ? 65 കിലോമീറ്റർ ആണ് കൊല്ലത്തുള്ളത്. ഇനി കാസർഗോട്ടേക്ക് എത്തുമ്പോൾ അത് എത്രയായിട്ട് മാറും? 585 മാറും. അപ്പോൾ ഇത് എത്ര കിലോമീറ്റർ ഉണ്ട് എന്ന് നോക്കാം. നമ്മൾ എന്ത് ചെയ്താൽ മതി? 585 നിന്നും 65 കുറച്ചാൽ മതി. എത്ര കിട്ടും? ഇവിടെ 0 520. അപ്പോൾ എത്രയാണ്? 520 കിലോമീറ്റർ ആണ്. ഓക്കെ, 520 കിലോമീറ്റർ. ഇനി കണ്ണൂർ മുതൽ കോഴിക്കോട് വരെയുള്ള ദൂരം എത്ര? കണ്ണൂരിൽ എത്രയാണ്? കണ്ണൂരിലുള്ളത് 471 കിലോമീറ്റർ ആണ്. കോഴിക്കോട്ടേക്ക് അത് എത്തുമ്പോൾ 397 അല്ലേ? അപ്പോൾ 471 നിന്നും 397 കുറക്കാം. ഇവിടെ 1 നിന്നും കുറക്കാൻ പറ്റില്ല, കടമെടുക്കുക. ഇവിടെ 11 ആവും, ഇവിടെ 6. 11 നിന്നും 7 കുറച്ചാൽ ബാക്കി 4. 6 നിന്നും 9 കുറക്കാൻ പറ്റില്ല, ഇങ്ങോട്ട് മാറുക. അപ്പോൾ ഇവിടെ 3 ആവും, ഇവിടെ 16 ആവും. 16 നിന്നും 9 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 7. അപ്പോൾ എത്രയാണ്? 74 കിലോമീറ്റർ ആണ് ഉള്ളത്. ഇനി തിരുവനന്തപുരത്ത് നിന്നും കാസർഗോട്ടേക്കുള്ള കാർ യാത്രയിൽ തൃശ്ശൂർ വരെ രാകേഷും അതിനുശേഷം രാധികയുമാണ് വാഹനം ഓടിച്ചത്. ആരാണ് കൂടുതൽ ദൂരം ഓടിച്ചത്? എത്ര കൂടുതൽ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് നിന്നും കാസർഗോട്ടേക്കാണ് അല്ലേ? തിരുവനന്തപുരത്ത് എത്രയാണുള്ളത്? അപ്പോൾ ഇവിടെ നമുക്കറിയാം രാകേഷ് ഓടിച്ചിട്ടുള്ള തൃശ്ശൂർ വരെയാണല്ലേ. അപ്പോൾ ഇവിടുന്ന് മുതൽ ഇതുവരെയാണ് രാകേഷ് ഓടിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് ഓടിച്ചത് ആരാണ്? ഇവിടുന്ന് ഇങ്ങോട്ട് ഓടിച്ചത് രാധികയാണ്. ഓക്കെ, രാധിക. ഇനി നമുക്ക് കാണേണ്ടത് ഏറ്റവും കൂടുതൽ ഓടിച്ചത് ആരാണെന്ന് കാണണം അല്ലേ. അപ്പോൾ രാകേഷ് ഓടിച്ചിട്ടുള്ളത് എവിടെ നിന്നാണ്? 65 മുതൽ 304 വരെയാണല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 304 നിന്നും 65 മൈനസ് ചെയ്യുക. എത്ര കിട്ടും? അപ്പോൾ കുറക്കുകയാണെങ്കിൽ ഇവിടെ 4 നമുക്ക് കുറക്കാൻ വേണ്ടി പറ്റില്ല, ഇവിടുന്ന് കണ്ടെടുക്കാൻ പറ്റില്ല. ഇവിടെ പോയപ്പോൾ ഇവിടെ 2 ആയി, ഇവിടെ 9 ആയി, 10 ആയിരുന്നു. പിന്നെ ഇങ്ങോട്ട് എടുത്ത് 14 ആയി അല്ലേ. അപ്പോൾ 14 നിന്നും 5 കുറച്ച് കഴിഞ്ഞാൽ 9. ഇവിടെ 9 ആണ്. 9 നിന്നും 6 കുറച്ച് കഴിഞ്ഞാൽ 3, ഇവിടെ 2. അപ്പോൾ 239 കിലോമീറ്റർ ആരാണ് ഓടിച്ചിട്ടുള്ളത്? രാകേഷ് ആണ് ഓടിച്ചിട്ടുള്ളത്. ഓക്കെ, രാകേഷ്. ഇനി അടുത്തത് നമ്മൾ കാണുന്നത് രാധികയാണ്. രാധിക ഓടിച്ചിട്ടുള്ളത് 585 കിലോമീറ്റർ എത്തുന്ന കാസർഗോഡ് വരെയായിരുന്നു. എവിടുന്നാണ് തുടങ്ങിയത്? 304 നിന്നുമാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത് കുറക്കുക. എത്ര കിട്ടും? 5 നിന്നും 4 കുറച്ചാൽ 1, ഇവിടെ 8 ആണ്. അപ്പോൾ ഇവിടെ 8. 5 നിന്നും 3 കുറച്ചാൽ ബാക്കി 2. 281 കിലോമീറ്റർ രാധികയാണ് ഓടിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ടുപേരും ഓടിച്ചത് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ വണ്ടി ഓടിച്ചിട്ടുള്ളത് ആരാണ്? നമ്മുടെ രാകേഷ് ആണെന്ന് നമുക്ക് പറയാം. എത്രയാണ് കൂടുതലുള്ളത് എന്ന് നോക്കണം അല്ലേ. രാകേഷ് എത്രയാണ് കൂടുതലുള്ളത്? ഈ ഒരാൾ രാകേഷ് അല്ല, ആരാണ്? രാധികയാണല്ലേ. രാധികയായിട്ട് 281 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ളത്. അപ്പോൾ രാധികയാണ് ഏറ്റവും കൂടുതൽ. എത്രയാണ് കൂടുതൽ എന്ന് നോക്കാം. 281 നിന്നും 239 നമ്മൾ കുറച്ച് നോക്കുക. ഇവിടെ 1 നിന്നും കുറക്കാൻ പറ്റില്ല, ഇവിടെ 7 ആയി, ഇവിടെ 11 ആയി. 11 നിന്നും 9 കുറച്ച് കഴിഞ്ഞാൽ 2. ഇവിടെ 7 നിന്നും 3 കുറച്ച് കഴിഞ്ഞാൽ ബാക്കി 4. എത്രയാണ്? 42 കിലോമീറ്റർ കൂടുതലാണ് ഓടിച്ചിട്ടുള്ളത്. ഓക്കെ, 42 കിലോമീറ്റർ. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം. 5ാമത്തെ പ്രവർത്തനം ദൂരം അളക്കാം എന്നുള്ളതാണ്. വിന്നിയും കൂട്ടുകാരും ലോങ് ജമ്പ് മത്സരത്തിൽ പങ്കെടുക്കുകയാണ്. ഓരോരുത്തരും ചാടിയ ദൂരം നോക്കൂ. ഇവിടെ ആരാണ്? ബെന്നി 1 മീറ്ററും 45 സെൻറ്റിമീറ്ററുമാണ് ചാടിയിട്ടുള്ളത്. നിധി 160 സെൻറ്റിമീറ്റർ ചാടി. ജിതിന് 1 മീറ്ററും 50 സെൻറ്റിമീറ്ററും ചാടി. റിമി 200 സെൻറ്റിമീറ്റർ. വിന്നി 1 സെൻറ്റിമീറ്ററും 1 മീറ്ററും 85 സെൻറ്റിമീറ്ററും. ഇനി ഏറ്റവും കൂടുതൽ ചാടിയ ആദ്യ 2 സ്ഥാനക്കാരെ കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ 1ാം സ്ഥാനം എന്ന് പറയുന്നത് ആർക്കാണ് നമുക്ക് നോക്കണം അല്ലേ. ഇവിടെ എന്താണ്? ചിലത് സെൻറ്റിമീറ്ററിലാണ്, ചിലത് എന്തിലാണ്? മീറ്ററിലും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെയൊക്കെ ഒന്ന് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാം. 1 മീറ്റർ 145 സെൻറ്റിമീറ്ററും എന്ന് പറയുന്നത് 145 സെൻറ്റിമീറ്റർ ആണ്. ഇവിടെ നമുക്കറിയാം 160 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 100ഉം ഈ 50ഉം 150 ആയി.
ഇവിടെ 200 തന്നിട്ടുണ്ട്. ഇവിടെ 1 മീറ്ററും 85 സെൻറ്റിമീറ്ററും, അപ്പോൾ 185 സെൻറ്റിമീറ്റർ. ഇനി ഇതിൽ ഏറ്റവും കൂടുതൽ ചാടിയ ആൾ ആരാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാം. ആരാണ്? 145, 160, 150, 200, 185. ആരാണ്? റിമിയാണ് ഏറ്റവും കൂടുതൽ അല്ലേ. അപ്പോൾ ഇവിടെ റിമിയുടെ പേരാണ് നമ്മൾ എഴുതേണ്ടത്, റിമി. ഇനി എത്ര ദൂരമാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അവിടെ എത്രയാണ് ചാടിയിട്ടുള്ളത്? 200 ആണല്ലേ. അപ്പോൾ അവിടെ 200 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ എഴുതി കൊടുക്കുക, 200 സെൻറ്റിമീറ്റർ. ഇനി രണ്ടാം സ്ഥാനം ഇവിടെ ആർക്കാണ്? 200-നേക്കാൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആരാണ്? വിന്നിയാണല്ലേ. വിന്നി 185 സെൻറ്റിമീറ്റർ ആയിരുന്നു, 185 സെൻറ്റിമീറ്റർ. ഇനി പട്ടികയിൽ ഏറ്റവും കൂടിയ ദൂരവും കുറഞ്ഞ ദൂരവും തമ്മിലുള്ള വ്യത്യാസം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഏറ്റവും കൂടുതൽ എത്രയാണ്? 200 ആണല്ലേ. ഏറ്റവും കുറവ് ഇവിടെ എത്രയാണ്? 145 ആണ്. അപ്പോൾ 200-ൽ നിന്നും 145 നമ്മൾ കുറച്ച് നോക്കുക. എത്ര കിട്ടും? ഇവിടെ 0-ൽ നിന്നും കുറക്കാൻ പറ്റില്ല. ഇവിടുന്ന് കടമെടുക്കും, ഇവിടെ 1 മാറും, ഇവിടെ 9, ഇവിടെ 10. 10-ൽ നിന്നും 5 പോയാൽ ബാക്കി 5, 9-ൽ നിന്നും 4 പോയാൽ ബാക്കി എത്രയാണ്? 5. അപ്പോൾ എത്രയാണ് ഉത്തരം? 55 സെൻറ്റിമീറ്റർ ആണ് കൂടുതൽ ചാടിയിട്ടുള്ളത് അല്ലേ. 55 സെൻറ്റിമീറ്റർ. ഇനി അടുത്തത്, ചുവടെ തന്നിരിക്കുന്ന അളവുകളിൽ ഒരു പെൻസിലിൻ്റെ നീളം അളക്കാൻ സാധ്യതയുള്ളത് ഏത്? ശരി ഉത്തരം അടയാളപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പെൻസിലിൻ്റെ ദൂരം 180 സെൻറ്റിമീറ്റർ, 18 മീറ്റർ. ഏതായിരിക്കും? 180 സെൻറ്റിമീറ്റർ എന്നുള്ളതാണല്ലേ. അവിടെ താഴെ പിന്നെയും കൊടുത്തിട്ടുണ്ട് 18 സെൻറ്റിമീറ്റർ, അതുപോലെ തന്നെ 180 മീറ്റർ. ഇവിടെ 180 സെൻറ്റിമീറ്ററുള്ള പെൻസിൽ ഉണ്ടാവുമോ? 18 മീറ്റർ എന്നൊക്കെ പറയുമ്പോൾ നല്ലോണം വലുതാണല്ലേ. അതും ഉണ്ടാവില്ല. അവിടെ 18 സെൻറ്റിമീറ്റർ എന്നുള്ളതാവും ശരിയായിട്ടുള്ള ഉത്തരം. അതാണ് അവിടുത്തെ ചെറുത്. പെൻസിൽ ആയതുകൊണ്ട് ഏറ്റവും ചെറിയ അളവിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. 6ാമത്തേതാണ് ശാസ്ത്രോത്സവമാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. 2 ദിവസമായി നടന്ന ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ ഓരോ ദിവസവും വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികളുടെ എണ്ണമാണ് പട്ടികയിലുള്ളത്. ഓക്കെ. 1-ാം ദിവസം ശാസ്ത്രമേളയിൽ 212 കുട്ടികൾ പങ്കെടുത്തു. 2ാമത്തെ പ്രവൃത്തി പരിചയമേളയായിരുന്നു. അവിടെ 145 കുട്ടികളുണ്ടായിരുന്നു. സാമൂഹ്യ ശാസ്ത്രമേളയിൽ 143 കുട്ടികൾ. 2ാമത്തെ ദിവസം ഗണിതമേളയിൽ 118, പ്രവൃത്തി പരിചയത്തിൽ 122, IT മേളയിൽ 147. 2 ദിവസം കൂടി പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്ത കുട്ടികളുടെ ആകെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? 1-ാമത്തെ ദിവസം പങ്കെടുത്തിട്ടുള്ള എത്ര കുട്ടികളാണ്? 145 കുട്ടികളാണ് അല്ലേ. അപ്പോൾ 145 കുട്ടികൾ 1-ാമത്തെ ദിവസം, 2-ാമത്തെ ദിവസം 122 കുട്ടികളും അല്ലേ. ഇത് രണ്ടും കൂടെ നമ്മൾ കൂട്ടി നോക്കണം. 5 2 7, 4 2 6, 1 1 2. അപ്പോൾ എത്രയായി? 267 കുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത്. ഉപജില്ലാ ശാസ്ത്രോത്സവത്തിൽ പങ്കെടുത്ത ആകെ കുട്ടികളുടെ എണ്ണമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടിയിട്ട് നമ്മൾ കൂട്ടി നോക്കണം അല്ലേ, ആകെ എത്രയുണ്ട് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ തന്നെ കൂട്ടി നോക്കാം. 1-ാമത്തെ ദിവസം 2 5 7, 7 3 10, ബാക്കി 1. ഇനി നോക്കൂ, ആ 1 ഈ 1 2, 2 4 6, 6 4 10, വീണ്ടും 1. ഈ 2 1 3, 3 4, 4 1 5. അപ്പോൾ 500 കുട്ടികളാണ് 1-ാമത്തെ ദിവസം പങ്കെടുത്തിട്ടുള്ളത്. 2-ാമത്തെ ദിവസം നോക്കുകയാണെങ്കിൽ 8 2 10, 10 7 17, ബാക്കി 1, 1 1 2, 2 2 4, 4 ഈ 4 8, 1 1 3. അപ്പോൾ എത്രയാണ്? 387 കുട്ടികളാണ് 2-ാമത്തെ ദിവസം പങ്കെടുത്തിട്ടുള്ളത്. ഇനി 2 ദിവസം കൂടി എത്ര കുട്ടികളെന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 500 + 387 ചെയ്താൽ മതി. 7 8 887 കുട്ടികളാണ് 2 ദിവസവും കൂടെ പങ്കെടുത്തിട്ടുള്ളത്. ഇനി 1-ാം ദിവസം 2-ാം ദിവസത്തേക്കാൾ എത്ര കുട്ടികൾ കൂടുതൽ പങ്കെടുത്തു? 1-ാം ദിവസത്തേക്കാൾ 2-ാം ദിവസത്തെ എത്ര കൂടുതൽ കുട്ടികളാണ്? കുറവ് കുട്ടികളാണ് പങ്കെടുത്തിട്ടുള്ളത് അല്ലേ. അഥവാ 500-ൽ നിന്നും നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 387 മൈനസ് ചെയ്ത് നോക്കണം. അപ്പോൾ എത്ര കുട്ടികളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്കറിയാം, ഇവിടുന്ന് കടം എടുക്കണം. ഇവിടെ 4 ആയി, ഇവിടെ 9 ആയി, ഇവിടെ 10 ആയി. 10-ൽ നിന്നും 7 പോയ ബാക്കി 3, 9-ൽ നിന്നും 8 പോയ ബാക്കി 1, ഇവിടെ 4, ഇവിടെ 3. അപ്പോൾ എത്രയാണ്? 113 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ. എല്ലാ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും നമ്മൾ നോക്കി. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് എക്സാം എഴുതുക, നന്നായിട്ട് മാർക്ക് വാങ്ങിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.